ഒരുപക്ഷെ ചരിത്ര ഗവേഷണത്തിൽ നിശ്ചിതമായ നിലപാടുകൾ എടുത്തിട്ടുള്ള ആൾ കൂടിയാണ് ഡോക്ടർ MGS. അതിൽ ഈ കാര്യങ്ങളൊന്നും അദ്ദേഹം പലപ്പോഴും മുഖം നോക്കിയില്ല എന്നുള്ളതാണ്. ആഴത്തിലുള്ള അറിവും അവഗാഹവുമായിരുന്നു ഡോക്ടർ MGS കേരള ചരിത്ര രംഗത്ത് ചരിത്ര ഗവേഷണത്തിൽ വലിയ വെളിച്ചമായി മാറാൻ കാരണം. KR ഗോപികൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേർന്നു. ഡോക്ടർ MGS നാരായണൻ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ചരിത്ര രംഗത്ത് ചരിത്ര ഗവേഷണത്തിലെ ഒരു അതികായൻ്റെ വിയോഗമാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. പറയൂ ഗോപികൃഷ്ണൻ. SKN ചരിത്രകാരൻ, ചരിത്ര നിരീക്ഷകൻ, ചരിത്ര ഗവേഷകൻ, സാമൂഹിക പ്രവർത്തകൻ, സാഹിത്യ നിരൂപകൻ, സാംസ്കാരിക രംഗത്തെ പ്രമുഖൻ എന്നിങ്ങനെ ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു ഡോക്ടർ MGS നാരായണൻ. നേരത്തെ ഡോക്ടർ രാജൻ ഗുരുക്കൾ പറഞ്ഞതുപോലെ ചരിത്രത്തെ പഠിക്കുകയോ അറിയുകയോ അല്ല, ചരിത്രത്തെ അന്വേഷിക്കുക, അതിന്റെ ശരിയായ ഗവേഷണങ്ങളിലൂടെ ചരിത്ര വസ്തുതകളെ പുറത്തെടുത്തു കൊണ്ടുവരിക. ഇത് ആദ്യമായി തുടങ്ങി വെച്ചത് യഥാർത്ഥത്തിൽ ഡോക്ടർ MGS നാരായണനാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിലും രാജ്യാന്തര തലത്തിലും ശ്രദ്ധിക്കപ്പെട്ട ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ചരിത്രകാരന്മാരിൽ ഒരാളായിരുന്നു ഡോക്ടർ MGS നാരായണൻ. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത കേരളത്തിന്റെ ചരിത്ര പഠനങ്ങൾക്ക് രീതിശാസ്ത്രപരമായ ഒരു അടിത്തറ പണിയാൻ ഡോക്ടർ MGS നാരായണന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഏത് ചരിത്ര വസ്തുതകളെ അദ്ദേഹം പുറത്തു കൊണ്ടുവരുമ്പോഴും ഏത് വാദം അദ്ദേഹം ഉന്നയിക്കുമ്പോഴും അതിന് ശരിയായ തെളിവുകൾ ഹാജരാക്കാനും അതിനെ സാധൂകരിക്കുന്ന, അത് വ്യക്തമാക്കുന്ന വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ഡോക്ടർ MGS നാരായണന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ചരിത്ര രചനകളും അദ്ദേഹത്തിന്റെ ചരിത്ര നിരീക്ഷണങ്ങളും ഒക്കെ ആ അർത്ഥത്തിൽ ശ്രദ്ധേയമായത്. പ്രൊഫസർ ഇളംകുളം കുഞ്ഞൻപള്ളിയുടെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ടാണ് ഡോക്ടർ MGS നാരായണൻ യഥാർത്ഥത്തിൽ ചരിത്ര പരിശോധനകളിലേക്കും ചരിത്ര ഗവേഷണങ്ങളിലേക്കും കടക്കുന്നത്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി എന്ന് പറയുന്നത് പെരുമാൾസ് ഓഫ് കേരള. ഒരുപക്ഷെ രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഡോക്ടർ MGSന്റെ കൃതി എന്ന് നമുക്ക് പെരുമാൾസ് ഓഫ് കേരള എന്ന കൃതിയെക്കുറിച്ച് പറയാം. ആ കൃതിയിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നത് ക്രിസ്തുവർഷം 9-ാം നൂറ്റാണ്ടിനും 12-ാം നൂറ്റാണ്ടിനും ഇടയിൽ കേരളം ഭരിച്ച ചേര രാജാക്കന്മാരെ കുറിച്ചും അവിടുത്തെ സാമൂഹിക സാഹചര്യങ്ങളെ കുറിച്ചും ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ, സാമ്പത്തിക, വൈജ്ഞാനിക വികാസത്തെക്കുറിച്ചുമൊക്കെ വളരെ ആഴത്തിലും ഗഹനത്തിലുമുള്ള പഠനങ്ങളായിരുന്നു ഡോക്ടർ MGSന്റെ പെരുമാൾസ് ഓഫ് കേരള എന്ന ഗ്രന്ഥത്തിലൂടെ പുറത്തു വന്നത്. ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ചരിത്ര ഗ്രന്ഥം എന്ന നിലയിൽ പെരുമാൾസ് ഓഫ് കേരള ഇന്നും നമ്മുടെ ശ്രദ്ധയിലുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ചെയർമാനായി ഡോക്ടർ MGS നാരായണൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അക്കാലത്തും എല്ലാ കാലത്തും തന്നെ ഡോക്ടർ MGS തനിക്ക് ഉറച്ച ബോധ്യങ്ങളുള്ള, അത് ചരിത്ര വസ്തുതകളാണെങ്കിലും സാമൂഹിക നിരീക്ഷണങ്ങളാണെങ്കിലും സാഹിത്യ വിമർശനങ്ങൾ ആണെങ്കിലും ഉറച്ച ബോധ്യമുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ മടി കാണിക്കാത്ത സധൈര്യം തന്റെ നിലപാടുകൾ രചനകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളായും ഒക്കെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ള ആളാണ് ഡോക്ടർ MGS. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പലപ്പോഴും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ചട്ടക്കൂടിന്റെയോ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്ര ചട്ടക്കൂടിന്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കാൻ ഡോക്ടർ MGS ഒരിക്കലും ഒരുക്കമായിരുന്നില്ല. അതിന്റെ ഭാഗമായാണ് ICHRന്റെ ചെയർമാൻ പോലെയുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഒരു പദവി അലങ്കരിക്കുമ്പോൾ പോലും തന്റെ ബോധ്യത്തിന് നിരക്കാത്ത കാര്യങ്ങളിൽ അദ്ദേഹത്തിന് വിയോജിപ്പുകൾ രേഖപ്പെടുത്തേണ്ടി വന്നതും പിന്നീട് അദ്ദേഹത്തിന് ആ സ്ഥാനം ഒഴിയേണ്ടി വന്നതും. ഡോക്ടർ MGSന്റെ ചരിത്ര ഗവേഷണത്തിലെ മറ്റൊരു ഏറ്റവും വലിയ സവിശേഷത SKN അദ്ദേഹം പുതിയ ചരിത്ര ഗവേഷകന്മാരെ, യുവ ചരിത്ര ഗവേഷകന്മാർക്ക് ഒരു വഴികാട്ടിയായി നിന്നു എന്നതാണ്. ശാസ്ത്രീയമായ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ചരിത്ര രചന നടത്തേണ്ടത് എന്ന് ഉദ്ബോധിപ്പിക്കുന്നതായിരുന്നു ഡോക്ടർ MGSന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും. ആ അർത്ഥത്തിൽ ഡോക്ടർ MGS കേരളത്തിലെ ചരിത്ര പഠനങ്ങൾക്കും ദേശീയ തലത്തിലെ ചരിത്ര പഠനങ്ങൾക്കും വിലമതിക്കാനാകാത്ത സംഭാവനകൾ നൽകിയെന്ന് നമുക്ക് പറയാം. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ചരിത്ര ഗവേഷണങ്ങളിലേക്ക് കടക്കുമ്പോൾ അക്കാലത്തെ ലിപികളെ കുറിച്ചും അക്കാലത്തെ സാമൂഹിക സാഹചര്യങ്ങളെ കുറിച്ചുമൊക്കെ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് പെരുമാൾസ് ഓഫ് കേരള എന്ന ഗ്രന്ഥം അദ്ദേഹം എഴുതുമ്പോൾ അതിന് വേണ്ട വിവരങ്ങൾ അദ്ദേഹം ശേഖരിച്ചിരുന്നത് അക്കാലത്തെ പ്രാചീന കേരളത്തിലെ ശിലാതാമ്ര ലിഖിതങ്ങളായിരുന്നു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ് എന്ന് നമുക്കറിയാം. അതിന്റെ ഭാഗമായി അദ്ദേഹം തമിഴ്, സംസ്കൃത ഗ്രന്ഥങ്ങൾ അദ്ദേഹം പഠിച്ചു. ബ്രാഹ്മി, വട്ടെഴുത്ത്, കോലെഴുത്ത് പോലെയുള്ള പ്രാചീനമായ ലിപികളിൽ അദ്ദേഹത്തിന് വലിയ കൈത്തഴക്കം ഉണ്ടായിരുന്നു. മാത്രമല്ല പാലിയും തമിഴ്, സംസ്കൃതം പോലെയുള്ള പ്രാചീന മലയാളം പോലെയുള്ള ഭാഷകൾ MGS ഹൃദ്യസ്ഥമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഓരോ ഗവേഷണവും നടത്തിയിരുന്നത്. അദ്ദേഹത്തിന്റെ ഓരോ കണ്ടെത്തലുകളും പുറത്തു വന്നിരുന്നത് ഇത്തരത്തിലുള്ള അദ്ദേഹം അതിന്റെ യഥാർത്ഥ സ്രോതസ്സുകൾ കണ്ട് മനസ്സിലാക്കിയിട്ടായിരുന്നു. അതുകൊണ്ട് MGSന്റെ നിരീക്ഷണങ്ങളെയും MGSന്റെ കണ്ടെത്തലുകളെയും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി വ്യാഖ്യാനിക്കാനോ ആ തരത്തിൽ അതിനെ ഉപയോഗിക്കാനോ MGS ഒരിക്കലും നിന്നുകൊടുത്തിരുന്നില്ല. അതിന് പലപ്പോഴും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വിലപ്പെട്ട പല പദവികളും അദ്ദേഹത്തിന് ത്യജിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനും അപ്പുറത്ത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഡോക്ടർ MGS വലിയൊരു സൗഹൃദ വലയത്തിന്റെ ഉടമയായിരുന്നു. അദ്ദേഹത്തിന്റെ വീടിന്റെ പേര് തന്നെ മൈത്രി എന്നാണ്. ആ വീട്ടിലേക്ക് എത്തുന്ന ആളുകളെ വളരെ സ്നേഹത്തോടുകൂടി അദ്ദേഹം സ്വീകരിക്കുകയും അവിടെ വലിയ വലിയ സാഹിത്യ, രാഷ്ട്രീയ, ചരിത്ര സംഭാഷണങ്ങളൊക്കെ അവിടെ അരങ്ങേറുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും MGSന്റെ നഷ്ടം SKN കേരളത്തിന്റെ ചരിത്ര പഠനങ്ങൾക്കും അതോടൊപ്പം ദേശീയ തലത്തിലും ഒരു വലിയ ചരിത്രകാരനെയും
ഒരു വലിയ സാഹിത്യ നിരൂപകനും ഉള്ള നഷ്ടമായി നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഇത് നികത്താനാകാത്ത ഒരു നഷ്ടമായി നമ്മൾ അടയാളപ്പെടുത്തണം. എസ് കെ 24 എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണനായിരുന്നു ടെലിഫോൺ ലൈനിൽ സംസാരിച്ചത്. ഓർമ്മകളുടെ ചീട്ടുകൊട്ടാരം എന്ന ആത്മകഥയിൽ MGS നാരായണൻ പറയുന്ന ഒരു ഭാഗം പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ഞാൻ വായിക്കാം. രാഷ്ട്രീയത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് മറ്റു പല കാര്യങ്ങളും ഓർമ്മ വരുന്നത്. ആ ക്ലാസ് കഴിഞ്ഞ് ഹൈസ്കൂൾ പഠിപ്പിന് വേണ്ടി എൻ്റെ അച്ഛൻ്റെ നാടായ പൊന്നാനിയിൽ പോകേണ്ടി വന്നു. അവിടെ സെക്കൻഡ് ഫോമിൽ ചേർന്നു 5 കൊല്ലം കഴിഞ്ഞാണ് ഞാൻ SSLC പാസ്സായി വീണ്ടും പരപ്പനങ്ങാടിയിൽ എത്തിച്ചേരുന്നത്. അപ്പോഴേക്കും ഞാൻ യൗവനത്തിൻ്റെ വക്കിലെത്തിയിരുന്നു. ഭ്രാന്തമായ സ്വപ്നങ്ങളും ഉത്കടമായ ആവേശങ്ങളും എൻ്റെ വ്യക്തിത്വം ആകെ ഉടച്ചു വാർത്തിരുന്നു. അതൊക്കെ പിന്നെ പറയാം. സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലും എനിക്ക് വല്ലാത്ത കമ്പം കയറി. സ്വയം ഒരു എഴുത്തുകാരനായി ഞാൻ എന്നെ സങ്കല്പിച്ചു. അപ്പോൾ ചില കവിതകളും ലേഖനങ്ങളും എഴുതി പ്രസിദ്ധീകരിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്തിരുന്നു. M. ഗോവിന്ദൻ പത്രാധിപരായ മദ്രാസ് പത്രിക എന്ന സർക്കാർ മാസികയിലാണ് ആദ്യം പ്രകൃതിവന്ദനപരമായ എൻ്റെ കവിത പ്രസിദ്ധീകരിച്ചു വന്നത്. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്ന കാര്യമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു വിപുലമായ സ്വകാര്യ ലൈബ്രറി അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കൈമാറിയതും നമ്മൾ നന്ദിപൂർവ്വം സ്മരിക്കണം. പുതിയ തലമുറയ്ക്ക് ചരിത്ര ഗവേഷണത്തിൽ താല്പര്യമുണ്ടാക്കാൻ MGS എടുത്ത നിലപാടുകളും പ്രസ്താവ്യമാണ്.